ഹായ് എവരി വൺ. ഡീപ്പ് ലേണിംഗ് സീരീസിലെ തേർഡ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ലാസ്റ്റ് ടു വീഡിയോസിൽ നമ്മൾ എന്താണ് ഡീപ്പ് ലേണിംഗ് എന്നും ഒരു സിംഗിൾ ന്യൂറോൺ അതിൻ്റെ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും എങ്ങനെ ബയോളജിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഡീപ്പ് ലേണിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു സിംഗിൾ ന്യൂറോണിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ന്യൂറോൺസ് പരസ്പരം കണക്ട് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് ഡീപ്പ് ലേണിംഗിൽ മെയിനായിട്ടും വരുന്നത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ന്യൂറോൺസ് പരസ്പരം സ്റ്റാക്ക് ചെയ്ത് പരസ്പരം കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ അതിന് ഇംപ്രസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരാളുടെ സ്പീച്ച് ട്രാൻസ്ക്രൈബ് ചെയ്യുക. നമ്മൾ സബ് ടൈറ്റിലൊക്കെ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ സബ് ടൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ സബ് ടൈറ്റിൽ ഒരു ലാംഗ്വേജിലുള്ള വീഡിയോ നമുക്ക് വേറൊരു ലാംഗ്വേജിൽ കാണണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ട്രാൻസ്ലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനി ലാംഗ്വേജ് ടു എനി അതർ ലാംഗ്വേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാനും സാധിക്കും. സോ ഇതിൻ്റെ എല്ലാം പിറകിൽ ഓരോ വ്യത്യസ്തമായ ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽസ് ആണ് അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ന്യൂറോൺസ് പരസ്പരം സ്റ്റാക്ക് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മൾട്ടി ലെയർ പെർസെപ്ട്രോൺ കണ്ടാൽ അതിനെ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഒരുപാട് പെർസെപ്ട്രോൺസ് കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയും. MLP എന്ന ഷോർട്ട് ഫോമിലും പറയാറുണ്ട്. അത് കണ്ടാൽ എങ്ങനെയിരിക്കും, ദെൻ ഇൻ റിയൽ ലൈഫിലുള്ള പല മോഡലുകളിലും എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ എത്ര ലേയേഴ്സ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ്, വെയിറ്റ് അപ്ഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മോഡലിന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്, അവിടെയാണ് നമുക്ക് ലോസ് ഫങ്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ഇതായിരിക്കും ഈ ഒരു വീഡിയോയുടെ ഒരു ഔട്ട്ലൈൻ ഓഫ് ദ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു പ്രോബ്ലത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ന്യൂറോണിന് വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺസേ ലേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളറിയാം പാറ്റേൺ റെക്കഗ്നിഷനാണ് മെയിൻലി മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സൂപ്പർവൈസ്ഡ് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പാറ്റേൺ അത് മനസ്സിലാക്കി ആ ഒരു ടാസ്ക് ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ന്യൂറോണിന് ബേസിക്കലി നമ്മളൊരു ഗ്രാഫിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ മാത്രമേ അതിന് പറ്റുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് ബ്ലൂ ഡോട്ട്സ് കാണിച്ചിട്ടുണ്ട്. ഈ ബ്ലൂ ഡോട്ട്സിനെ കണക്ട് ചെയ്ത് പോകുന്ന അതിൻ്റെ ഒരു ജനറൽ ട്രെൻഡ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ന്യൂറോണിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ആവറേജ് ആ ലൈൻസിനെ എല്ലാം കണക്ട് ചെയ്ത് പോകുന്ന ഒരു സെൻട്രൽ ലൈൻ മാത്രമേ നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം മോസ്റ്റ് റിയൽ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കത്തില്ല, അതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്ക്സിലോട്ട് വരുന്നത്. നമ്മുടെ ബ്രെയിനിലും അതുപോലെ തന്നെയാണ്. സിംഗിൾ ന്യൂറോൺസ് അല്ല, ഒരുപാട് ന്യൂറോൺസ് കമ്പൈൻ ചെയ്തിട്ടാണ് പല കോംപ്ലിക്കേറ്റഡ് ടാസ്കുകളും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ന്യൂറോൺസ് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് കണക്ട് ചെയ്ത ന്യൂറൽ നെറ്റ്വർക്കിന് അതിന് മൾട്ടി ലെയർ നെറ്റ്വർക്ക് എന്ന് വിളിക്കും. മൾട്ടി ലെയർ പെർസെപ്ട്രോൺ ആണ് അതിൻ്റെ സിംഗിൾ ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് വിളിക്കും. അതിന് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് പാറ്റേൺസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് എക്സാമ്പിളിന് അതിന് കുറച്ചും കൂടെ ആ ഒരു ഡേറ്റയുടെ ട്രെൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ അതിന് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കീ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. സോ ഒരു മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇപ്പോൾ ഞാനിവിടെ കുറച്ച് സർക്കിൾസ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ സർക്കിളും ഓരോ ന്യൂറോൺ ആയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ആദ്യം ഒരു 3 സർക്കിൾസ് വരച്ചിട്ടുണ്ട്, ദെൻ ഒരു 4 സർക്കിൾസ്, ദെൻ അഗെയിൻ 3 സർക്കിൾസ്, ദെൻ അഗെയിൻ 2 സർക്കിൾസ്. ഇപ്പോൾ ജനറലായിട്ട് ഒരു ന്യൂറൽ നെറ്റ്വർക്ക്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും. അതിനൊരു ഇൻപുട്ട്, നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്ന ഒരു കുറച്ച് നോഡുകളുണ്ട്. ദെൻ അതിനുശേഷം ഒരു ഇൻപുട്ട്, ഫസ്റ്റ് പാർട്ടിന് നമ്മൾ ഇൻപുട്ട് ലെയർ എന്ന് പറയും, ഡേറ്റ പാസ് ചെയ്യുന്ന ആ ഒരു പാർട്ടിന്. ദെൻ നെക്സ്റ്റ് വരുന്ന അതിനെ ഒരു ലെയർ എന്നാണ് പറയുക. ഓരോന്നിനും ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് പറയുക. നെക്സ്റ്റ് വരുന്നതിന് നമ്മൾ ഹിഡൻ ലെയർ എന്ന് പറയും, ഹിഡൻ ലെയർ 1. ഇവിടെ നമുക്ക് ഹിഡൻ ലെയർ 1ഉം ഹിഡൻ ലെയർ 2 ആണുള്ളത്. സോ ദെൻ ഹിഡൻ ലെയർ 2, ദെൻ ലാസ്റ്റ് ഔട്ട്പുട്ട് ലെയർ. സോ ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും പിന്നെ 2 ഹിഡൻ ലെയേഴ്സുമാണ് ഉള്ളത്, ഹിഡൻ ലെയർ 1 ആൻഡ് ഹിഡൻ ലെയർ 2. ഇപ്പോൾ നമ്മൾ റോ ഡേറ്റ പാസ് ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ട് ലെയറിലോട്ടായിരിക്കും. അതുപോലെ തന്നെ മോഡലിൽ നിന്നുള്ള ഔട്ട്പുട്ട് പ്രഡിക്ഷൻസ് വരുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ലെയറിലായിരിക്കും. ഇതിൽ ഹിഡൻ ലെയേഴ്സ് ആയിരിക്കും ഇതിൽ ഓരോ സ്റ്റേജിലും ഡിഫറെൻറ്റ് പാറ്റേൺസ് ലേൺ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മാസ്ക് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതിൽ ഏറ്റവും ഇൻപുട്ട് ഡേറ്റയിൽ നമ്മൾ ആ റോ പിക്സൽ വാല്യൂസ്, ഇമേജസിൻ്റെ പിക്സൽ വാല്യൂസ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെയർ ക്യാപ്ചർ ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്ത് പാറ്റേൺ ആണ് അത് റീഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എഡ്ജസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. തൊട്ടടുത്ത ലെയർ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് സച്ചാസ് ടെക്സ്ചർ, അങ്ങനത്തെ കാര്യങ്ങൾ, കളർ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ക്യാപ്ചർ ചെയ്യുന്നത്. അതിൻ്റെയും അടുത്ത ലെയർ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഷേപ്സ്, നോസിൻ്റെ ഷേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഐസിൻ്റെ ഷേപ്സ്, അല്ലെങ്കിൽ മാസ്കിൻ്റെ ഷേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ പ്രോഗ്രസീവായിട്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലെയർ ബൈ ലെയർ അത് ലേൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈച്ച് ലെയർ ലേൺ സംതിങ് മോർ കോംപ്ലക്സ് ദാൻ ദ ലെയർ ബിഫോർ ഇറ്റ്. അപ്പം എഡ്ജസ്, ഷേപ്സ്, ഒബ്ജക്ട്സ് എന്നിങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത്. ഇതിൽ നമ്മുടെ ഡേറ്റ പാസ് ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ട് ലെയറിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് ലെയർ ന്യൂറോൺസിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ ന്യൂറോൺസിൽ നിന്നും, ഇവിടെ ഇപ്പം ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഇൻപുട്ട് ലെയറിലെ ഓരോ ന്യൂറോൺസിൽ നിന്നും, ഓരോ 3 ന്യൂറോൺസിൽ നിന്നും നെക്സ്റ്റ് ഗ്രീൻ ന്യൂറോൺസിലോട്ട് ഓരോന്നിലോട്ടും എല്ലാത്തിലോട്ടും കണക്ഷൻ പോയിട്ടുണ്ട്. അതിനെയാണ് ഫുള്ളി കണക്റ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ കണക്ഷൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് വാല്യൂ ആയിരിക്കും ഈ ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ചെയ്തെടുക്കുന്നത്. നമ്മൾ ബയോളജിക്കൽ ന്യൂറോണിൽ പറഞ്ഞപ്പോലും നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ സിനാപ്സിൻ്റെ സ്ട്രെങ്ത് നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കില്ലുകളും അങ്ങനത്തെ കാര്യങ്ങളും അത് റിട്ടേൺ ചെയ്യും. ഇല്ലാത്ത സ്കില്ലുകൾ, നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു സ്കില്ല് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഓവർ ദ ടൈം നമ്മുടെ സ്കില്ല് ഡിമിനിഷ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ആ സിനാപ്സിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് പോകും. ബിക്കോസ് നമ്മുടെ ബ്രെയിനിൽ അത് കീപ്പ് ചെയ്യാനായിട്ടും എനർജിയും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ആവശ്യമാണ്. സോ എനർജി പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു സ്കില്ല് നമുക്ക് നഷ്ടമാകും. സോ ആ ബയോളജിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ അതേ ആൽഗോരിതമിക് ഇംപ്ലിമെൻറ്റേഷനാണ് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്കിലും കാണാൻ സാധിക്കുന്നത്. സോ നമ്മളൊരു റിയലിസ്റ്റിക്, ഇപ്പം ഞാനൊരു സാമ്പിൾ ന്യൂറൽ നെറ്റ്വർക്കാണ് കാണിച്ചത്. അപ്പോൾ നമ്മളൊരു റിയൽ ആപ്ലിക്കേഷൻസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെയൊക്കെ ഒരു സൈസ് അല്ലെങ്കിൽ എത്ര ലേയേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ChatGPT, ക്ലോഡ്, വിസ്പർ, ട്രാൻസ്ലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീച്ച് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, പേഴ്സൺ ഡിറ്റക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോലോ പോലുള്ള മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ChatGPT 4 എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ റഫലി ഒരു എസ്റ്റിമേറ്റ് പറയുന്നത് 96 ട്രാൻസ്ഫോമർ ലെയേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതായത് 100 കണക്കിന് ലെയേഴ്സ് ഒരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിൽ ഉണ്ടാകും. ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചറാണ്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ അകത്തും ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ന്യൂറോൺസും ലെയേഴ്സും ഉണ്ടാകും. അപ്പോൾ പക്ഷേ നമ്മളൊരു ട്രാൻസ്ഫോമർ ബ്ലോക്കായിട്ട് എടുത്താൽ തന്നെ അതിൻ്റെ അകത്ത് ChatGPTക്ക് അകത്ത് 96 ട്രാൻസ്ഫോമർ ബ്ലോക്കുകളുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ലെയേഴ്സിൻ്റെ അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും ഒരുപാട് വരും. യോലോ പറയുന്ന മോഡലിൽ ഏകദേശം 300 ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലോഡിൻ്റെ, ആന്ത്രോപിക് കമ്പനിയുടെ ക്ലോഡിൻ്റെ പല മോഡലുകൾക്കും 100+ ട്രാൻസ്ഫോമർ ലെയേഴ്സ് തന്നെ 100+ ഉണ്ട്. വിസ്പർ ട്രാൻസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന ഓപ്പൺ എ സ്പീച്ച് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ മോഡലിന് ഏകദേശം 24 ട്രാൻസ്ഫോമർ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മൾട്ടി ലെയർ നെറ്റ്വർക്ക്സ് ആണ്. കൂടുതൽ ലെയേഴ്സും കൂടുതൽ ഡേറ്റയും ഫെഡ് ചെയ്തിട്ടാണ് അതിന് ഇംപ്രസീവായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാലോ അല്ല, അതിന് ചെയ്യാൻ സാധിക്കുന്നത് വെച്ചാൽ അത് ഒരുപാട് ഡേറ്റയിലും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്കും ഇറ്റ്സ് റിയലി ഹ്യൂജ്. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഒരു റിയലിസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന മോഡൽസിൻ്റെയൊക്കെ ഒരു സൈസ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ സൈസ് ആൻഡ് ലെയേഴ്സ് അതിനെ പറ്റി ഒരു റഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഒരു യൂഷ്വൽ ടാസ്കിന്, അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് ഇതുപോലത്തെ വലിയ നെറ്റ്വർക്ക്സ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. സോ എത്ര ലെയേഴ്സ് നമുക്ക് വേണം? അപ്പോൾ അത് നമ്മൾ ഒരു ബേസിക് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ടാസ്കിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം എത്രയാണോ അതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അൺനെസസറി ആയിട്ട് കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിലോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇമെയിൽ നമുക്ക് സ്പാം ആണോ അല്ലെങ്കിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മോഡലാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ഹിഡൻ ലെയേഴ്സും ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും മതിയാകും. അല്ലെങ്കിൽ ഒരു ഹൗസ് പ്രൈസ് പ്രഡിക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പ്രഡിക്ഷൻ, ഗാഡ്ജറ്റ്സിൻ്റെ പ്രൈസ് പ്രഡിക്ഷൻ, ഇങ്ങനെയുള്ള ടാസ്കുകൾക്ക്, സിമ്പിൾ ടാസ്കുകൾക്ക് 1 or 2 ഹിഡൻ ലെയേഴ്സ് വരുന്ന ഒരു ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും വരുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ തന്നെ ധാരാളമാണ്. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ, അതായത് ഒരു ഇമേജ് ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ഒരു ഇമേജ് തന്നു കഴിഞ്ഞാൽ അയാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ, ഒരു എന്താ പറയുക CCTV ക്യാമറ എന്നുള്ള ഇമേജാണ്, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ, ഒരു നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു
ടെക്സ്റ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കുക, അതായത് പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് റിവ്യൂ ആണോ, ഇങ്ങനെയുള്ള ടാസ്കുകൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് പാറ്റേൺ വരുന്ന ടാസ്കുകളാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെയേഴ്സിൻ്റെ എണ്ണം ഒരു 3 to 10 ലെവൽ ലെയേഴ്സ് ആയിരിക്കും വരുന്നത്. ഓരോ ലെയറിലും മൾട്ടിപ്പിൾ ന്യൂറോൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുറച്ചൊക്കെ ഒരു ട്രയൽ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ആണ്. ഇനി റിയലി കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ, അതായത് ChatGPT, ഇമേജ് ജനറേഷൻ, ജനറേറ്റീവ് AI, സ്പീച്ച് റെക്കഗ്നിഷൻ, ഇങ്ങനെയുള്ള ടാസ്കുകളോട്ട് വന്നു കഴിയുമ്പോൾ 10 to 100 വരെ പോകാം, അല്ലെങ്കിൽ 200 വരെയൊക്കെ പോകാവുന്ന വലിയ ഹ്യൂജ് നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ എപ്പോഴും ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഡേറ്റയ്ക്ക് ചെറിയ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക, ചെറിയ മോഡലിനെ പാറ്റേൺ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റയുടെ സൈസും അതുപോലെ തന്നെ നമ്മുടെ ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റിയും അനുസരിച്ച് നമ്മൾ കൂടുതൽ മോഡലിൻ്റെ കോംപ്ലക്സിറ്റി കൂട്ടിയായിരിക്കും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോഡൽ ലേൺ ചെയ്യുന്നുണ്ടോ, പാറ്റേൺ ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ ട്രെയിനിങ് ഫേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ഫർദർ എക്സാമ്പിൾസിൽ, ട്യൂട്ടോറിയൽസിൽ നമ്മളത് കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇൻഡിവിജ്വൽ ഹിഡൻ ലെയേഴ്സിൻ്റെ എണ്ണത്തെ പറ്റി ഞാനൊരു റഫ് എസ്റ്റിമേറ്റും അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് എങ്ങനെയാണ് ലെയേഴ്സിൻ്റെ എണ്ണം വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇൻപുട്ട് ലെയറിൽ വരുന്ന നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ലെയറിൽ വരുന്ന നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചില സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇൻപുട്ട് ന്യൂറോൺസിൻ്റെ എണ്ണം, അതായത് ഇൻപുട്ട് ലെയറിൽ വരുന്ന നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് ഇൻപുട്ട് ഫീച്ചേഴ്സ് അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഹൗസ് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടാസ്ക്കാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻപുട്ടായിട്ട് നിങ്ങൾ ഒരുപാട് വീടുകളുടെ സൈസ്, റൂം, നമ്പർ ഓഫ് റൂംസ്, ലൊക്കേഷൻ, ഇങ്ങനെ 5 ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ടാർഗറ്റ് കോളം അല്ലെങ്കിൽ ടാർഗറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിൻ്റെ പ്രൈസാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഡേറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്, കുറേ ഹൗസുകളുള്ള ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് വാല്യൂവും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഹൗസിൻ്റെ സൈസ്, ലൊക്കേഷൻ, നമ്പർ ഓഫ് റൂംസ്, നമ്പർ ഓഫ് ബാത്റൂംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡലിന് ഒരു എസ്റ്റിമേറ്റ് പറയാൻ പറ്റണം എത്രയായിരിക്കും ഈ ഹൗസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മുടെ നമ്പർ ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഇൻപുട്ട് ന്യൂറോൺസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും വരുന്നത്. ഇനി ഇമേജ് ക്ലാസിഫിക്കേഷൻ, ഇപ്പം MNIST എന്ന് പറഞ്ഞൊരു ഡേറ്റയുണ്ട്. നമ്മൾ നമ്പർ ഡിജിറ്റ്സ് 0 to 9 ഡിജിറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു ഡേറ്റയിൽ നമ്മുടെ ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആയിരിക്കും. ആ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു 28x28 പിക്സൽ സൈസിൽ വരുന്ന ഒരു ഇമേജ് ആയിരിക്കും. അപ്പോൾ തന്നെ 28x28 എന്ന് പറഞ്ഞാൽ 784 പിക്സൽ വാല്യൂസ് വരും. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ഇൻപുട്ട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനിൽ 784 ന്യൂറോൺസ് വരും ഇൻപുട്ട് ലെയറിൽ മാത്രം. വേറൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഡേറ്റയ്ക്ക് 12 കോളം ഉണ്ട്. അപ്പോൾ അത് 12 നിങ്ങളുടെ ഇൻപുട്ടാണ്. നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് വേറൊരു കോളം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് ഇൻപുട്ട് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിലെ നമ്പർ ഓഫ് ഇൻപുട്ട് ലെയറിൻ്റെ നമ്പർ ഓഫ് ന്യൂറോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റയുടെ നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ എണ്ണമായിരിക്കും അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ട് ന്യൂറോൺസിൻ്റെ എണ്ണം എങ്ങനെ വരുന്നത്? ഔട്ട്പുട്ട് ലെയറിലുള്ള നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണവും ഇതുപോലെ തന്നെ മറ്റൊരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് എത്ര ഐറ്റം പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഹൗസ് പ്രൈസ് എക്സാമ്പിളിൽ നമ്മൾ ഹൗസിൻ്റെ പ്രൈസ് മാത്രമാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ വന്നു കഴിയുമ്പോൾ ഒരു സിംഗിൾ ന്യൂറോൺ മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. കാരണം ഒരു സിംഗിൾ നമ്പർ ആയിരിക്കും ആ ന്യൂറോണിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് വരുന്നത്. ഇനി ഒരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു ഇമേജ് തന്നു കഴിഞ്ഞാൽ അതിലുള്ളത് ഒരു ക്യാറ്റാണോ അല്ലെങ്കിൽ ഒരു ഡോഗ് ആണോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ, ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ ടൈപ്പ് 2 സിനാരിയോ മാത്രമാണ് പോസിബിൾ. അവിടെ നമുക്ക് നമ്പർ ഓഫ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണം, ഔട്ട്പുട്ട് ലെയറിൽ വരുന്ന നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണം 2 ആയിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ ഒരു മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണെന്ന് ഇരിക്കട്ടെ. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ ഡിജിറ്റ് റെക്കഗ്നീഷൻ, നമ്മൾ 28x28 പിക്സൽ ഇമേജ് ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് 0 to 9. അപ്പോൾ 10 പോസിബിൾ കേസസ് ഉണ്ട്. അപ്പോൾ 10 ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലെയറിലെ ന്യൂറോൺസിനെയാണെന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. അപ്പം ഈ 2 ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്പർ ഓഫ് ഇൻപുട്ട് ന്യൂറോൺസും, ഇൻപുട്ട് ലെയറിലെ നമ്പർ ഓഫ് ഇൻപുട്ട് ന്യൂറോൺസും, ഔട്ട്പുട്ട് ലെയറിലെ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ന്യൂറോൺസും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇടയ്ക്ക് എത്ര ഹിഡൻ ലെയേഴ്സ് വേണം, ആ ഹിഡൻ ലെയേഴ്സിന് എത്ര ന്യൂറോൺസ് വേണം എന്നുള്ളത് ഒരു ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെൻറ്റേഷനാണ്. നമ്മളൊരു സിമ്പിൾ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോഗ്രസീവ്ലി
കൂടുതൽ കൂടുതൽ ലെയേഴ്സ് ആഡ് ചെയ്യുകയും ഓരോ ലെയറിലും കൂടുതൽ ന്യൂറോൺസ് ആഡ് ചെയ്യുകയും ഒക്കെയാണ് ചെയ്യുന്നത്. റഫലി നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് സൈസസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒരു ഷോർട്ട് കട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ടിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡൊമൈൻ നോളജ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നോളജ് യൂസ് ചെയ്തിട്ട് നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിസൈഡ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇനി ഒരു ഫോർവേഡ് പ്രൊപ്പഗേഷൻ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഒരു നമുക്ക് ഇൻപുട്ട് ഡേറ്റയും ട്രെയിൻ ചെയ്ത ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് X1 ആൻഡ് X2 രണ്ട് ന്യൂറോൺസ് ഇൻപുട്ടിലും അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നമ്മളൊരു പ്രലു ആക്ടിവേഷൻ ഫംഗ്ഷനിലോട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ X1 0.8ഉം X2 0.3ഉം ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മോഡൽ ലേൺ ചെയ്തിരിക്കുന്ന വെയ്റ്റ്സ് W1 ആൻഡ് W2, W1 0.6ഉം W2 0.4ഉം ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്ന ഈ രീതിയിലായിരിക്കും. അതായത് 0.8 ഇൻറ്റു 0.6 പ്ലസ് 0.3 ഇൻറ്റു 0.4 ഇത് രണ്ടും കൂടെ സം ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും 0.60 ആയിരിക്കും നമ്മുടെ റെലുവിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. റെലുവിലോട്ട് 0.6 ഇൻപുട്ടായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഔട്ട്പുട്ട് 0.6 തന്നെയാണ് വരിക. കാരണം പോസിറ്റീവ് നമ്പറിനെ അതുപോലെ തന്നെ റെലു ഔട്ട്പുട്ട് ചെയ്യും. ഇനി അഥവാ അവിടെ ഒരു സിഗ്മോയിഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വേറൊരു കാൽക്കുലേഷനിലൂടെ പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും വരുന്നത്. കാരണം എക്സാക്ട്ലി ലീനിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ല സിഗ്മോയിഡ് തരുന്നത്. അപ്പോൾ ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്ത ന്യൂറൽ നെറ്റ്വർക്കിന് വെയിറ്റ് വാല്യൂസ് എല്ലാം നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റഡ് ആയിരിക്കും. ഒപ്റ്റിമം വെയിറ്റ് വാല്യൂസ് ബേസ്ഡ് ഓൺ ഇൻപുട്ടും ഈ മൾട്ടിപ്ലിക്കേഷനും ഇതുപോലെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നതിന് ഔട്ട്പുട്ട് വരെ എത്തുന്നതിനെയാണ് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സിമ്പിൾ 2 നോട്ട്സ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. പക്ഷേ നേരത്തെ കാണിച്ച പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിനെയാണ് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇനി മോഡൽ ലേണിംഗ് സ്റ്റേജിൽ ഈ വെയിറ്റ് അപ്ഡേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ റാൻഡമായിട്ട് ഈ വെയ്റ്റ്സ് ആദ്യം ഗസ് ചെയ്തു എന്നിരിക്കുക. അതായത് മോഡൽ ലേൺ ചെയ്യുന്ന ഫേസിൽ പലപ്പോഴും ഈ വെയ്റ്റ്സ് റാൻഡമായിട്ട് ഗസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് റാൻഡമായിട്ട് കുറച്ച് നമ്പർ അങ്ങ് അസൈൻ ചെയ്യും. ഡെഫിനറ്റ്ലി റാൻഡമായിട്ട് അസൈൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ട്രൂ വാല്യൂമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ പ്രഡിക്ഷനിൽ വന്നു കഴിയുമ്പോൾ, ഫോർവേഡ് പ്രൊപ്പഗേഷനിൽ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനെ പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് പ്രൊപ്പഗേറ്റ് ചെയ്യും, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും, നമ്മുടെ ട്രൂ ലേബലുമായിട്ട് അതിനെ കമ്പയർ ചെയ്യും. ആ ഡിഫറൻസ് ബേസ് ചെയ്തിട്ട് ആ ഡിഫറൻസ് കുറയ്ക്കാനായിട്ട് ഏത് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് കുറയും. അങ്ങനെയാണ് ഈ വെയിറ്റ് അപ്ഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സിഗ്മോയിഡ് ആണ് നമ്മുടെ ലാസ്റ്റ് നോഡ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.63 ആണെന്ന് ഞാൻ പറഞ്ഞു. അസ്യൂമിങ് നമ്മുടെ ട്രൂ ലേബൽ നമുക്ക് അവിടെ വരേണ്ടിയിരുന്ന വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0.63 ആണ്. അതായത് 0.37 ആണ് നമ്മുടെ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ, വെയിറ്റ് അപ്ഡേഷൻ ഇക്വേഷനാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. പുതിയ വെയിറ്റ് വാല്യൂ എന്ന് പറയുന്നത് പഴയ വെയിറ്റ് വാല്യൂ പ്ലസ് ഒരു ലേണിംഗ് റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എറർ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എറർ ഇൻറ്റു X1 ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഈ വെയിറ്റ് വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യണം, കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള ഒരു പ്രോസസ്സ് കിട്ടും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു എറർ, അതായത് ട്രൂ വാല്യൂവും നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂ തമ്മിലുള്ള എറർ കുറഞ്ഞു വരും. സോ ഇതൊരു ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് അൽഗോരിതമാണ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൻ്റെ ഒരു ഇൻസൈറ്റ് ആൻഡ് ഇൻഡ്യൂഷൻ എന്താണെന്നുള്ളത്. ബട്ട് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ആയിട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക് ഇൻറ്റേർണലി ട്രെയിൻ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ചെയ്യാനായിട്ട് ഇൻറ്റേർണലി അൽഗോരിതംസും കാര്യങ്ങളും അതിൻ്റെ ലൈബ്രറീസും ഫംഗ്ഷനാലിറ്റീസും എല്ലാം ഉണ്ട്. കൺസെപ്ച്വൽ വൈസ് എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞത്. മാനുവലി നമുക്ക് ഇതൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. സോ ഈ ഒരു ഡിഫറൻസ് ഞാനിപ്പം കാണിച്ച എക്സാമ്പിളിൽ നമ്മുടെ ടാർഗറ്റ് വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ തമ്മിൽ നമ്മൾ സിംപ്ലി ഒരു ഡിഫറൻസ് എടുത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ലോസ് ഫങ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു റിഗ്രഷൻ ടാസ്ക് ആണെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഹൗസ് പ്രൈസ് ഉണ്ടാവും, ആക്ച്വൽ ഹൗസ് പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിൽ ആ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് സിമ്പിളി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നോൺ ആയിട്ടുള്ള ലോസ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്ന ലോസ് ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 പ്രഡിക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ 10 പ്രഡിക്ഷൻസും ഉണ്ട്, 10 ആക്ച്വൽ വാല്യൂസും ഉണ്ട്. അപ്പം ഓരോ
പ്രഡിക്ഷനെയും അതിൻ്റെ ആക്ച്വൽ വാല്യൂന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കും. സ്ക്വയർ എടുത്ത് ആവറേജ് എടുത്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ മീൻ സ്ക്വയർ എറർ. ആ പേരിൽ തന്നെയുണ്ട്, മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് സ്ക്വയേർഡ് എറർ, മീൻ സ്ക്വയേർഡ് എറർ എന്നുള്ളതാണ് അതിൻ്റെ പേര്. കാരണം ഇവിടെ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് നമുക്ക് പല അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചിലത് പോസിറ്റീവ് ആവും, ചിലത് നെഗറ്റീവ് ആവും. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് നമ്പറായി മാറും. അല്ലെങ്കിൽ ഇത് തമ്മിൽ പരസ്പരം സം ചെയ്ത് 0 എറർ എന്നുള്ള രീതിയിൽ വരാം. ആ ഒരു പോസിബിലിറ്റി ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ സ്ക്വയർ എടുക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ചെറിയ എറേഴ്സിനെല്ലാം ചെറിയ വാല്യൂ ആയിരിക്കും, വലിയ എററിന് വലിയ വാല്യൂ പോകും. അതായത് നമുക്കറിയാം സ്ക്വയർ എടുക്കുമ്പോൾ ഒരു നമ്പറിൻ്റെ ചെറിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ എടുത്താലും ചെറിയ നമ്പർ തന്നെയായിരിക്കും. പക്ഷേ നമ്പർ വലുതാവുന്നതനുസരിച്ച്, ഡിഫറൻസ് ഹൈ ആവുന്നതനുസരിച്ച് കൂടുതൽ ഒരു ആംപ്ലിഫൈഡ് ഡിഫറൻസ് നമുക്കതിൽ വരുത്താൻ സാധിക്കും. ദെൻ ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെർമിനോളജി, ട്രൂ വാല്യൂവിനെ സൂചിപ്പിക്കാനായിട്ട് y എന്നും അതുപോലെ തന്നെ നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂവിനെ സൂചിപ്പിക്കാനായിട്ട് y hat എന്നും സൂചിപ്പിക്കും. അതാണ് അതിൻ്റെ ഒരു നൊട്ടേഷൻ വരുന്നത്. ഡിഫറൻസ് സിമ്പിളി y മൈനസ് y hat ആണ്. പക്ഷേ മീൻ സ്ക്വയർ എറർ വരുമ്പോൾ y മൈനസ് y hat സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുമ്പോഴാണ് മീൻ സ്ക്വയർ എറർ വരുന്നത്. സോ സ്ക്വയർ എറർ എടുക്കുന്നതുകൊണ്ട് തന്നെ വലിയ എറേഴ്സ്, വലിയ മിസ്റ്റേക്സ്, കൂടുതൽ കൈൻഡ് ഓഫ് എ പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൂടുതൽ വെയിറ്റേജ് അതിന് പോകും. ഇനി ഞാനിപ്പോൾ സിമ്പിളായിട്ടൊരു മീൻ സ്ക്വയർ എറർ എന്ന് പറഞ്ഞ ലോസ് ഫംഗ്ഷനാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ടാസ്ക് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ടാസ്കിനും മറ്റ് ടാസ്കുകൾക്കും എല്ലാം ഡിഫറെൻറ്റ് ലോസ് ഫംഗ്ഷൻസ് ഉണ്ട്. അതെല്ലാം ഏതൊക്കെ സിനാരിയോയിലാണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ആസ് ഓഫ് നൗ നമുക്ക് ഇത്രയും അറിയേണ്ടതുള്ളൂ. നമുക്കൊരു നമ്മുടെ പ്രഡിക്ഷൻസ് ഫോർവേഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്ന ഔട്ട്പുട്ടും നമ്മുടെ റിയൽ ഔട്ട്പുട്ടും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് നമുക്കൊരു ലോസ് ഫംഗ്ഷൻ ആവശ്യമാണ്. ആ ലോസ് ഫംഗ്ഷൻ ആയിരിക്കും പറയുന്നത് എത്രത്തോളം ഡിഫറൻസ് നമ്മുടെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഹൗ ഗുഡ് ഈസ് ദ കറൻറ്റ് മോഡൽ വെയ്റ്റ്സ് ആർ. മാത്രമല്ല ആ വെയ്റ്റ്സിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതും നമുക്ക് ഈ ഒരു ലോസ് ഫംഗ്ഷനിൽ നിന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ ഒരു ഡീപ്പ് അല്ലെങ്കിൽ ഒരു മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്കിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി. ഇനി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കേരാസിൽ വളരെ സിമ്പിളാണ്. കേരാസിൻ്റെ സീക്വൻഷ്യൽ API നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഏതൊക്കെ ലെയർ വേണം, ഓരോ ലെയറിൽ എത്ര ന്യൂറോൺ വേണം, അതിൻ്റെ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്തായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടെൻസർ ഫ്ലോ യുടെ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു റാപ്പറാണ് കേരാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരാസിൻ്റെ സീക്വൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഒരു എക്സാമ്പിളിൽ ഞാൻ 8 ഡെൻസ് ലെയേഴ്സ്, ഡെൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ നോർമൽ ന്യൂറോൺസിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ന്യൂറോണിനെയാണ്. 8 ന്യൂറോൺസും അതിൻ്റെ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഓരോന്നിൻ്റെയും റെലു വരണം എന്നാണ് പറയുന്നത്. അതിലോട്ട് 2 ഇൻപുട്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിംഗിൾ ഡെൻസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു സിംഗിൾ ന്യൂറോൺ ഔട്ട്പുട്ട് ലെയറിൽ, അതിൻ്റെ ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിനെ കമ്പൈൽ ചെയ്യുകയും അതിൻ്റെ ലോസ് ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കുക, ട്രാക്ക് ചെയ്യേണ്ട മെട്രിക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു കോഡ് എക്സാമ്പിൾ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ബട്ട് ആസ് ഓഫ് നൗ ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേരാസ് വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇവിടെ ഈ നെറ്റ്വർക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇവിടെ 2 ഇൻപുട്ട്സ് ഉണ്ട്. അപ്പോൾ 2 ഇൻപുട്ട് ലെയറിൽ 2 നോഡ്സ് ഉണ്ടാവും. ഒരു ഡെൻസ് ലെയർ ഉണ്ട്, നെക്സ്റ്റ് ഹിഡൻ ലെയർ ആയിട്ട് വരുന്നത് ഒരു ഡെൻസ് ലെയർ ആണ്. അവിടെ 8 ന്യൂറോൺസ് താഴെ ഉണ്ടാവും. ദെൻ ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് ലെയർ സിംഗിൾ ന്യൂറോൺ ഔട്ട്പുട്ടിലുണ്ടാവും. അപ്പം 2, 8, 1 ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പം സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലേയേഴ്സിനെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാനായിട്ട് കേരാസ് പ്രൊവൈഡ് ചെയ്യുന്ന API അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ് സീക്വൻഷ്യൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡെൻസ് ലെയർ ആണ് നമ്മൾ നോർമലി കേരാസിൽ അതിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ പേര് പറയുന്നത്. നമ്മുടെ നോർമൽ ന്യൂറോൺ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെൻസ് ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ആക്ടിവേഷൻ ഫംഗ്ഷനും അതിലോട്ട് വരുന്ന ഇൻപുട്സിൻ്റെ സൈസും അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ കമ്പൈൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ വിളിക്കുമ്പോഴാണ് ഈ മോഡൽ എങ്ങനെ കമ്പൈൽ ചെയ്യണം അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് എന്ത് ലോസ് ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യണം, എന്ത് ലോസ് ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒപ്റ്റിമൈസർ എന്ന് പറയുന്ന ഒരു കാര്യം അതിലുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒപ്റ്റിമൈസേഴ്സ് ഉണ്ട്. അതായത് ഈ വെയിറ്റ് അപ്ഡേഷൻസ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻറ്റ് അൽഗോരിതംസ് ഉണ്ട്. അതിൽ ഏത് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു സ്റ്റേജിലാണ്. ഇനി ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ വിളിക്കുമ്പോഴാണ് നമ്മൾ ഇൻപുട്ട് ഡേറ്റയും ഫീഡ് ചെയ്ത് അതിൻ്റെ എത്ര ഐട്രേഷൻ, ആ സ്റ്റെപ്പ് ഐട്രേറ്റീവായിട്ടാണ് വെയിറ്റ് അപ്ഡേഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഡോട്ട് ഫിറ്റ് ഫംഗ്ഷനിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു നോട്ട്ബുക്ക് എക്സാമ്പിൾ വീഡിയോ നമുക്ക് ചെയ്യാം.
സോ ആ ഒരു സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ ക്ലാരിറ്റി അതിനെപ്പറ്റി കിട്ടും. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ, ഒരു മൾട്ടി ലെയർ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ പറ്റി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്ക് ആവശ്യമാണ്, അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ലെയേഴ്സ്, നോട്ട്സ്, കണക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ഐഡിയ കിട്ടി. റിയൽ വേൾഡ് ന്യൂറൽ നെറ്റ്വർക്ക്സിൽ, ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഡീപ്പ് എന്ന് പറയുന്ന പേര് തന്നെ വരുന്ന ഒരുപാട് ലേയേഴ്സ് വരുന്നതുകൊണ്ടാണ്. സോ അതിന് വരുന്ന ഒരു റഫ് സൈസ്, അതിൻ്റെ ഒരു സൈസ് ആൻഡ് വോളിയത്തെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്, അതായത് ഇൻപുട്ട് ലെയറിൽ വരുന്ന നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണം, ഔട്ട്പുട്ട് ലെയറിൽ വരുന്ന നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണം, ഇതെല്ലാം എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആൻഡ് വെയിറ്റ് അപ്ഡേഷൻ, അതിൻ്റെ ഒരു ഇൻസൈറ്റ്, ഇൻറ്റേർണലി വാട്ട് ഈസ് ഹാപ്പനിങ് അണ്ടർ ദ ഹുഡ് എന്ന് അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ദെൻ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും അതിനെപ്പറ്റിയുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസും, എന്തുകൊണ്ട് നമ്മുടെ ലോസ് ഫംഗ്ഷൻ നമുക്ക് ആവശ്യമാണ്, അത് നമ്മുടെ മോഡൽ വെയിറ്റ് അപ്ഡേഷനും അതുപോലെ തന്നെ മോഡലിൻ്റെ പെർഫോമൻസിനെയും എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി. ദെൻ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു കേരാസിൻ്റെ API യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് എന്നതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവേഷൻ ഫങ്ഷൻസ്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, ഏത് സാഹചര്യത്തിൽ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ സോ മോഡ്യൂൾ 1 തീരുന്നതിന് മുന്നേതായിട്ട് തന്നെ നമ്മൾ ഒരു പ്രാക്ടിക്കൽ നോട്ട്ബുക്ക് എക്സാമ്പിൾസ് ആൻഡ് വീഡിയോസ് ഡെഫിനറ്റ്ലി ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ എവറി വൺ, താങ്ക് യു ഫോർ ലിസണിങ്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.